പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചു. തത്സമയം माननीय सदस्यगण, मुझे सदन को ये बताते हुए अत्यंत प्रसन्नता हो रही है कि स्कॉटलैंड के ग्लासगो में चल रहे 23वीं राष्ट्रमंडल खेलों में भारत की सुश्री मीराबाई चानू ने वेट लिफ्टिंग की 48 किलोग्राम वर्ग की प्रतियोगिता में शानदार प्रदर्शन करते हुए स्वर्ण पदक जीता है। इस प्रतियोगिता में श्री ऋषिकांत सिंह चनम्बम तथा श्री राजा मुत्थु पांडी ने उत्कृष्ट प्रदर्शन करते हुए रजत पदक जीता है। राष्ट्रमंडल खेलों में भारत के पैरा पावर लिफ्टर श्री झंडू कुमार ने कांस्य पदक जीतकर बड़ी उपलब्धि हासिल की है। मैं सदन की ओर से जीतने वाले सभी खिलाड़ियों को, उनके कोच एवं टीम इंडिया को इस ऐतिहासिक उपलब्धि पर हार्दिक बधाई तथा भविष्य के लिए शुभकामनाएं देता हूं। प्रश्नकाल। मैं सदन में व्यवस्था दे चुका हूं कि प्रश्नकाल के अंदर कोई भी मुद्दे और विषय को नहीं उठाया जाएगा। प्रश्नकाल में केवल माननीय सदस्य जिनके प्रश्न लगे हैं उनके प्रश्न के उत्तर सरकार देगी। ये एक जवाबदेही व्यवस्था का प्रश्न है और प्रश्नकाल में सरकार की जवाबदेही होती है और महत्वपूर्ण विषय, कठिनाई, चुनौतियों पर, वैश्विक मुद्दों पर भी और देश के मुद्दों पर भी प्रश्नकाल में जवाब दिया जाता है। मेरा आपसे आग्रह है, प्रश्नकाल चलाने में सहयोग पैदा करें। आप प्रश्नकाल में गतिरोध पैदा कर सदन के अंदर ये अच्छा प्रयास नहीं है। माननीय सदस्यगण, मैं फिर माननीय सदस्य से आग्रह करता हूं, ये सदन है जो दुनिया का सबसे बड़ा लोकतंत्र है। इसकी मर्यादाएं और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है। मैं कुछ दिनों से माननीय सदस्यों के व्यवहार आचरण को देख रहा हूं। ये सदन की मर्यादाओं के आचरण के अनुरूप नहीं है, ये उचित नहीं है। मैं फिर आपसे आग्रह कर रहा हूं, ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं, परंपराओं को समाप्त करने का प्रयास कर रहे हैं। आप जाइए, अपने अपने सदन बैठिए। ये सदन है, सदन की मर्यादा बनाने और रखना आपकी जिम्मेदारी है। इसकी प्रतिष्ठा बनाए रखने की जिम्मेदारी आपकी है। आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है। आप प्रश्नकाल में गतिरोध पैदा करना चाहते हैं, आपके प्रश्न हैं, महिला सांसद के प्रश्न हैं। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। സഭാ നടപടികളൊക്കെ ആരംഭിച്ചു. CJP പ്രതിഷേധത്തിനിടയിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി ബഹളമുണ്ടാക്കുകയാണ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. സഭ 12 മണിക്കത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്.
വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയൊരു ബഹളം തന്നെയാണ് കാണുന്നത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, പ്രതിപക്ഷം എന്തായാലും നേരത്തെ സ്വീകരിച്ചിരുന്ന ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതായത് നേരത്തെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസിന്റെയും അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും എല്ലാം നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കൃത്യമായൊരു പ്രസ്താവന വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ വലിയ രീതിയിൽ ബഹളം സഭയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സഭയ്ക്ക് പുറത്ത്, അതായത് പാർലമെന്റിന് പുറത്ത് രാവിലെ തന്നെ ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളികളുമായാണ് പ്രതിപക്ഷം അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ കാറിൽ നിന്ന് ഇറങ്ങി പാർലമെന്റിലേക്ക് എത്തുമ്പോഴേക്കും പ്രതിപക്ഷ MP-മാർ ഇത്തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് തന്നെ നടത്തുകയുണ്ടായി. അതിനുശേഷം സഭ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ബഹളമാണ് ഉണ്ടായിരുന്നത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയിൽ നിന്നൊരു പ്രസ്താവന വേണം, ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് മറുപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചത്. CJPയുടെ അതായത് CJP ജന്തർ മന്ദിറിലും ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുമായി വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസിന്റെയും അതുപോലെ തന്നെ RAF ജവാന്മാരുടെ, അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ജവാന്മാരുടെയും ഭാഗത്ത് നിന്നുള്ള ഒരു നടപടി ഉണ്ടായത്. പലർക്കും ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു. അതിലിപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ RAF ജവാന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് 7 റൗണ്ട് പെല്ലറ്റ് പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ, CRPFന്റെ കണ്ടെത്തൽ കൂടി വന്നതോടെ പ്രതിപക്ഷത്തിന് അത് കുറച്ചുകൂടി ശക്തമായ ഒരു ആയുധമായിരിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുമ്പോഴും ലാത്തി ചാർജിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ പെല്ലറ്റ് ആക്രമണത്തിൽ ശരീരത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും ഒക്കെ വ്യാപകമായി പുറത്തു വന്നിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ കേന്ദ്രം ഇത് നിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ CRPFന്റെ ഒരു കണ്ടെത്തൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഇന്ന് വലിയൊരു ആയുധമായിരിക്കുകയാണ്. അതുകൂടി ഉയർത്തി കാണിച്ചുകൊണ്ട്, അതായത് ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഇതിനൊരു മറുപടി വേണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഈ ഒരു ആവശ്യത്തിന് ഈ CRPFന്റെ കണ്ടെത്തൽ വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആയുധമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രസ്താവന നടത്തണം, അദ്ദേഹം സഭയിൽ തന്നെ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹളം വെച്ചത്. എന്നാൽ ചോദ്യോത്തരവേള നടത്തിയേ തീരൂ എന്ന് സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു. എന്തു തന്നെയായാലും ഏത് ചർച്ചയായാലും അത് സഭയ്ക്കുള്ളിൽ അതിൻ്റെതായ ചട്ടങ്ങളുണ്ട്, അതിൻ്റെതായ മര്യാദകളുണ്ട്, അത് പാലിച്ചുകൊണ്ട് നടത്താം എന്നതായിരുന്നു സ്പീക്കർ പറഞ്ഞത്. ചോദ്യോത്തരവേള ആദ്യം കഴിയട്ടെ, അതിനുശേഷം ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്കോ അല്ലെങ്കിൽ പ്രസ്താവനയിലേക്കോ പ്രതിപക്ഷത്തിന്റെ എന്താണോ അവരുടെ ഭാഗം അത് കേൾക്കാൻ തയ്യാറാകാമെന്ന് സ്പീക്കർ ആവർത്തിച്ച് അറിയിച്ചുവെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ആദ്യം തന്നെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയെങ്കിലും പിന്നീട് ചോദ്യോത്തരവേള കൊണ്ടുപോയേ പറ്റൂ, ചോദ്യോത്തരവേള പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം, മറുപടിയോ പ്രസ്താവനയോ ഏത് തന്നെ ആയാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ത് തന്നെ ആയാലും ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ആ ആവശ്യം പരിഗണിക്കാമെന്ന് സ്പീക്കർ നിരവധി തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റ് സമ്മേളനത്തിന് അതിൻ്റെതായ മര്യാദകളുണ്ട്, അതായത് ഒരു സഭയ്ക്കുള്ളിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്, നിയമങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങൾ അതിൻ്റെ രീതിയിൽ പുരോഗമിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചതോടു കൂടിയാണ് സഭ പിരിഞ്ഞത്. എന്തായാലും ഇപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച് ഇത്രയും ദിവസമായിട്ടും പ്രധാനമായ ഒരു നടപടിക്രമങ്ങളിലേക്കും കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം സുപ്രധാനമായ നിരവധി ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള ഒരു പാർലമെന്റ് സമ്മേളനമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ വിവാദമാകാനിടയുള്ള ബില്ലുകളിൽ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട്, JPCയുടെ റിപ്പോർട്ട് അടക്കം പരിശോധിക്കുന്ന ഒരു പാർലമെന്റ് സമ്മേളനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ സമ്മേളനം ആരംഭിച്ച് ഇത്ര ദിവസമായിട്ടും കടക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടിയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ 12 മണിവരേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും CJP പ്രതിഷേധത്തിനിടയിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി ബഹളമുണ്ടാക്കിയത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയാണ്
പ്രതിഷേധിച്ചിരിക്കുന്നത്. ചോദ്യോത്തരവേള നടത്തണമെന്നൊക്കെ സ്പീക്കർ പറഞ്ഞു, പക്ഷേ അതിന് തയ്യാറായില്ല. പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പെല്ലറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും നടുത്തളത്തിലിറങ്ങിയുള്ള ഒരു പ്രതിഷേധമാണ്. ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നിർത്തിയിരിക്കുകയാണ്. 12 മണിക്ക് ശേഷമായിരിക്കും സഭാ നടപടികൾ ആരംഭിക്കുക. രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് വിശദാംശങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രൻ.